അപ്പോൾ ചിക്കൻ സാമ്പാർ മസാല റെഡിയാക്കാൻ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യാനുസരണം ഉള്ളിയും സവാളയും ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം. അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതിയാകും. അതുകൂടി ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിനെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. ആ പേസ്റ്റിനെ നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈവച്ച് മിക്സ് ചെയ്താൽ മതിയാവും. അതാണ് നമ്മുടെ പീസിലൊക്കെ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിടിക്കണമെങ്കിൽ ഇങ്ങനെ തിരുമുക, കൈ കൊണ്ട് തന്നെ തിരുമണം. പിന്നെ ഉള്ളി മാത്രമാണ് നല്ലത്. ഞാൻ പിന്നെ സവാളയും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും അകത്തൊക്കെ ആയിട്ട് തിരുമിയ ശേഷം 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കും. 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ഒഴിച്ചാലും മതിയാവും, എന്നാലും 2 ഗ്ലാസ് ഒഴിക്കാം. എന്നിട്ട് 2 വിസിൽ കേൾക്കുന്ന സമയമാണ് നമ്മൾ വെച്ചിരിക്കേണ്ടത്. ഇനി ആ വിസിൽ കേട്ടതിന് ശേഷം അത് തീ കുറച്ച് ഇറക്കി വെച്ചിട്ട് അതിനകത്ത് നിൽക്കുന്ന എല്ലാ ചൂടിനെയും നമ്മൾ ഒന്ന് തുറന്ന് വിടുക. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ മസാലപ്പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഞാൻ 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്, മസാലയും 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ട് അതിനെ യോജിപ്പിച്ച് കൊടുക്കുക. അടുപ്പിൽ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. കുക്കർ തുറന്നതിന് ശേഷം തീയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് അത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ മുളക് പൊടി ഇട്ടെടുക്കുക. ഞാൻ 3 സ്പൂണ് മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ടത്. എരിവ് നമ്മുടെ ആവശ്യാനുസരണം ഇടാവുന്നതാണ്. ഞാൻ അത്ര ഇട്ടുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇപ്പം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചതിനേക്കാളും കൂടുതൽ വെള്ളം നമ്മൾ അത് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ ഊറി വന്ന് ആ വെള്ളമാണ് ഇപ്പം നിൽക്കുന്നത്. വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കിടിലമായിട്ടും ഇതിൽ ചേർക്കാൻ പോവുകയാണ് സ്പെഷ്യലായിട്ടുള്ള സാധനം, സാമ്പാർ പൊടി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റിലെ സാമ്പാർ പൊടി 2 സ്പൂണ് നമ്മളിതിലേക്ക് ഇടണം. ഞാനിപ്പോൾ സ്പൂണൊന്നും എടുത്തിട്ടില്ല, ഒരളവനുസരിച്ചാണ് അങ്ങ് ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ സാമ്പാർ മസാലക്കറിയിൽ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മസാല എന്ന് പറയുന്നത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി കൂടി ഇട്ട ചിക്കൻ നമ്മളൊന്ന് നന്നായിട്ട്, നമ്മൾ സാധാരണ ചിക്കൻ മസാലയാണ് ഇടുന്നത്, പക്ഷെ അതിന് പകരം നമ്മളിപ്പോൾ സാമ്പാർ പൊടി. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് നമ്മുടെ വെള്ളം കുറുകി വരണം. നമുക്കതിൽ ഊറി വന്ന വെള്ളമാണ് അത് ചിക്കനിൽ നിന്ന്. അതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചാൽ മതിയാവും. മസാലയൊക്കെ ഇട്ടിട്ട് എല്ലാ പൊടിയും എല്ലാം ഇട്ടിട്ട് ആ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കുക. പക്ഷെ നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നിൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം വറ്റിച്ചെടുക്കാം. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം നല്ല കുറുകിയിട്ടും അല്ല നല്ല കറിയായിട്ടും അല്ല, അങ്ങനെ വെക്കുന്നതാണ് നമ്മളെവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു ചെറുതായിട്ടൊന്ന് ഇതായപ്പോൾ ഇറക്കി വെച്ചു. അതിനെ നമ്മൾ ഇറക്കി മാറ്റി വെച്ച ശേഷം അതിലേക്ക് എണ്ണ തിളപ്പിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടു. അതിൽ എണ്ണ ഒഴിച്ചു. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് ഇടാവുന്നതാണ്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അങ്ങനെ അവരുടെ അളവിന് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ കടുകിടുക. കടുകിട്ടതിന് ശേഷം ഒരു പകുതി തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളി, ഒന്നോ പകുതിയോ അത്രയും തക്കാളി കുഞ്ഞു കുഞ്ഞായി കഴിഞ്ഞ് വെച്ചത് ഈ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇടാം. ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ചുമന്ന് വരണം. ചുമന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ ചുമന്ന കളറിലായിട്ട് വരണം. അതാണ് നമുക്ക് ആവശ്യം. എണ്ണ ഇങ്ങനെ ചുമന്ന് വരുന്നവരെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുക. ആദ്യം നമ്മൾ കറിവേപ്പില ഇടരുത്, എങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും. നമ്മൾ രണ്ടാമത് മാത്രമേ തക്കാളി ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടാവൂ, എന്നാലേ കറിവേപ്പില നല്ല പച്ച നിറത്തിൽ ഇരിക്കുകയുള്ളൂ. ഇനി ഈ താളിച്ച് വെച്ചിരിക്കുന്ന ഈ എണ്ണയിൽ കണ്ടോ, വെളിച്ചെണ്ണ നന്നായിട്ട് ചുവന്ന് കഴിഞ്ഞു. അതിന് നമ്മൾ വെച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ സാമ്പാർ മസാലക്കറിയിലേക്ക് ഒഴിക്കുക. അതിങ്ങനെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം കണ്ടോ, കറിവേപ്പില നല്ല പച്ച നിറത്തിൽ കിടപ്പുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സായ ശേഷം ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കണം കേട്ടോ. 5 മിനിറ്റ് നമ്മൾ ഈ വെക്കുന്ന പാത്രത്തിൽ ഒരടപ്പിൽ
അടപ്പെടുത്ത് അത് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ ഇത് പൊറോട്ട, ചപ്പാത്തി, ബിരിയാണി, പിന്നെ നമ്മുടെ സാദാ ചോറ് എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ കൊള്ളാം. ഞാൻ ബിരിയാണിയുടെ കൂടെയാണിപ്പോൾ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് പുട്ടിനും ചപ്പാത്തിക്കും എല്ലാം, പലഹാരത്തിനും എല്ലാം, ചോറിനും എല്ലാത്തിനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.